നമുക്ക് എല്ലാ വീടുകളിലും നമ്മളൊരു ഇൻവെർട്ടർ ബാറ്ററി നമ്മൾ ചൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്തുകൊണ്ടൊരു ലിഥിയം ബാറ്ററിയിലേക്ക് മാറിക്കൂടാ, അല്ലെങ്കിൽ ലിഥിയം ബാറ്ററി സപ്പോർട്ടുള്ള ഒരു ഇൻവെർട്ടർ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഭയങ്കര എളുപ്പമാണ്. സെപ്പറേറ്റ് വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഇൻവെർട്ടർ പോയിന്റ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പ്ലഗ് ആൻഡ് പ്ലേ ആണിത്. ഹായ്, എൻ്റെ പേര് നവീൻ. ഞാൻ UTLലെ ഏരിയ സെയിൽസ് മാനേജറാണ്. കേരള സൗത്ത് സൈഡാണ് ഞാനാണ് നോക്കുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗാമ പ്ലസ് ലിയോൺ 1200 എന്ന് പറഞ്ഞ UTLൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഓഫ് ഗ്രിഡ് മെഷീനാണിത്. ഇത് 1 kVA ആണ്. 1000 വാട്ട്സ് പാനൽ ഇതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും. 12/24 വോൾട്ട് പാനലുകൾ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല 6 MPPT ചാർജ് കൺട്രോളർ ഇൻബിൽറ്റ് ആണ്. അതേപോലെ തന്നെ ലിഥിയം ബാറ്ററി ഇതിനകത്തിൽ ഉണ്ട്. 25.6 വോൾട്ട് 100Ah ലിഥിയം ബാറ്ററിയാണ് ഇതിനകത്തിലുള്ളത്. നമുക്കിതൊന്ന് കാണാം. ഇത് വാൾ മൗണ്ട് ആണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോമ്പാക്റ്റ് ഡിസൈൻ ആണ്. അത് മാത്രമല്ല ഇത് വാൾ മൗണ്ട് ആണ്. 1 kV 1.2 kW മെഷീനുമാണിത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നമ്മുടെ നോർമൽ ഗാമ പ്ലസിനേക്കാളും കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേ ആണ്. ആ ഡിസ്പ്ലേയിൽ തന്നെ IT എനേബിൾ മോഡ് ഉണ്ട്, ഗ്രിഡ് ഡിസേബിൾ എനേബിൾ ഉണ്ട്, DG മോഡ് ഉണ്ട്, ബൂസ്റ്റ് ചാർജിങ് മോഡും ഉണ്ട്. നമ്മുടെ എല്ലാ മെഷീൻസിലെ പോലെ തന്നെ ഗ്രിഡ് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തിലുണ്ട്. പിന്നെ മാത്രമല്ല സ്മാർട്ട്, PCU, ഹൈബ്രിഡ് ഈ 3 മോഡും അതേപോലെ തന്നെ ഈ പുതിയ അപ്ഡേറ്റഡ് വേർഷനകത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ 1000 വാട്ട്സ് പാനൽ സപ്പോർട്ട് ചെയ്യും. സോ പാനലിൽ നിന്ന് വരുന്ന കണക്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു AC ഔട്ട്പുട്ട് ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു DC ബ്രേക്കർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ 1 kVA സീരീസ് മോഡലിനൊന്നും ഇല്ല, 2 മുതലുള്ള മോഡലിനേ ഉള്ളൂ. പക്ഷേ ഇത് ലിഥിയം 1 kVA സീരീസിനും DC സ്വിച്ച് പുതിയത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻപുട്ട് പവർ കോഡാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പാക്കറ്റിൽ നമുക്ക് സ്ക്രൂസ് അവൈലബിൾ ആണ് മൗണ്ട് ചെയ്യാനായിട്ട്, വാൾ മൗണ്ട് ചെയ്യാനായിട്ട്. ഇതേപോലെ തന്നെ 4 ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിൽ ഈ സ്ക്രൂസ് വെച്ച് മൗണ്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ പാക്കറ്റിൽ വരുന്നതാണ് വാറണ്ടി കാർഡ്. ഇതിൻ്റെ വാറണ്ടിയെ പറ്റി എടുത്ത് പറയേണ്ടതാണ്. 5 ഇയർ വാറണ്ടിയാണ്. 5 ഇയർ വാറണ്ടി. ഈ ഫുൾ സിസ്റ്റത്തിനാണ് 5 ഇയർ വാറണ്ടി. സോ ഈ ഇൻവെർട്ടറിനും 5 ഇയർ വാറണ്ടിയാണ്. ഇതിൻ്റെ അകത്തുള്ള ലിഥിയം ബാറ്ററിക്കും 5 ഇയർ വാറണ്ടിയാണ്. ടോട്ടൽ സിസ്റ്റത്തിനാണ് 5 ഇയർ വാറണ്ടി പറയുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലയിലും സർവീസ് എഞ്ചിനീയർമാരുണ്ട്. സോ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക. വളരെ ഈസിയാണ്. നമ്മുടെ സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓൺ സൈറ്റ് വന്ന് അറ്റൻഡ് ചെയ്തോളൂ. കംപ്ലൈൻറ്റ്സ് എല്ലാം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലയിലും നമുക്ക് സർവീസ് എഞ്ചിനീയേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ ഈ പ്രോഡക്റ്റ് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലും അവൈലബിൾ ആണ്. അതായത് ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് ഡീലർ പോയിന്റിൽ ഇത് അവൈലബിൾ ആയിരിക്കും. എക്സിസ്റ്റിംഗ് കസ്റ്റമർ, അതായത് പാനലുള്ള കസ്റ്റമർ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അവരുടെ നിലവിലുള്ള ഇൻവെർട്ടറും ലെഡ് ആസിഡ് ബാറ്ററിയും മാറ്റിക്കൊണ്ട് തന്നെ നമുക്കിത് വയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനകത്ത് 1000 വാട്ട്സ് പാനൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ഓൾഡർ വേർഷൻ ഏത് പാനലായാലും, അത് 12 വോൾട്ട് പാനലായാലും 24 വോൾട്ട് പാനലായാലും 1000 വാട്ട്സ് വരെ ഇത് സപ്പോർട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. 1.2 kW ആണ് ഇതിൻ്റെ കപ്പാസിറ്റി.